നിങ്ങളുടെ വീട്ടിൽ രാവിലെ തന്നെ നിങ്ങൾ വാതിൽ തുറന്നു നോക്കുമ്പോൾ ഒരു ചെറുനാരങ്ങയും അതിൻ്റെ മുകളിൽ ഇത്തിരി കുങ്കുമ പൊട്ടൊക്കെ തൊട്ട് അത് നിങ്ങളുടെ വീട്ടിൻ്റെ മുന്നിൽ കൊണ്ടുവച്ചിരിക്കുന്നു. രാവിലെ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് ഭക്തി വരുമോ? നിങ്ങളുടെ രാവിലത്തെ ദിവസം പോയി കിട്ടുമോ? പറയൂ നിങ്ങൾ. അപ്പം നമുക്കിതിലൊന്നും വിശ്വാസമില്ല പറഞ്ഞാലും വിശ്വാസമില്ലേ? അപ്പം ആരാണ് ജീവിതത്തിൽ ദുഃഖങ്ങൾ അനുഭവിക്കുന്നത് കൂടുതൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭാരത സംസ്കൃതിയിലെ അടിത്തറ പാകിയ ആചാര്യനാണ് ഭാരതത്തിലെ സാംഖ്യശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാവായ ആചാര്യനായ കപില വാസുദേവൻ. നമ്മുടെ ഹിന്ദു സമൂഹത്തിന് അത്ര ഈ പേര് പരിചയമില്ല. നമുക്ക് വാസുദേവനെ പരിചയമുള്ളൂ. കപില വാസുദേവൻ എന്ന പേര് നമ്മൾ പരിചയപ്പെട്ടിട്ടില്ല. പക്ഷേ കപില വാസുദേവനാണ് സാംഖ്യശാസ്ത്രം നമുക്ക് നൽകിയിട്ടുള്ളത്. ഇപ്പം ഈ സാംഖ്യശാസ്ത്രം നമ്മൾ മനസ്സിലാക്കിയാൽ, സാംഖ്യശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നത് മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യവും ഉദ്ദേശ്യവും എന്തായിരിക്കണം, എന്തിനാണ് മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്, ഈ വ്യക്തത നമുക്കുണ്ടായിരിക്കണം. അപ്പം നമ്മളെ ജീവിതത്തെക്കുറിച്ചുള്ള ശാസ്ത്രമാണ് സാംഖ്യശാസ്ത്രം. ജീവിതത്തിൻ്റെ ശാസ്ത്രമാണ് സാംഖ്യശാസ്ത്രം. ഈ വാക്ക് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ജീവിതം എന്നാൽ ബോധമനസ്സുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് ബോധമനസ്സിൻ്റെ ശാസ്ത്രമാണ് സാംഖ്യശാസ്ത്രം. ഇപ്പം ഞാൻ ഈ വിഷയത്തിലേക്ക് കൂടുതൽ ഡീപ്പായിട്ട് പോകുന്നില്ല, കാരണം നമ്മുടെ സമയത്തിൻ്റെ പരിമിതികളുള്ളതുകൊണ്ട്, നമുക്ക് വീണ്ടും പ്രോഗ്രാമുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് എല്ലാം കംപ്രസ് ചെയ്ത് പറയേണ്ടിയിരിക്കുന്നത്. അപ്പോൾ 3-ാം സ്കന്ധത്തിൽ 25-ാമത് അധ്യായത്തിൽ കപിലൻ തുടങ്ങുന്നത് തന്നെ അമ്മ ചോദിക്കുകയാണ്. ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ അറിയണം. അമ്മ ദേവഹൂതിയും കപിലനും തമ്മിൽ നടത്തുന്ന സംവാദമാണ് കപില ദേവഹൂതി സംവാദം, അഥവാ ഇതിന് വിളിക്കുന്നത് മറ്റൊരു പേര്, ഇതിന് പറയുന്നത് കാപിലിയോപാഖ്യാനം എന്ന് പറയും. അപ്പോൾ ഇവിടെ അമ്മ കപിലനോട് ചോദിക്കുന്നത്, എല്ലാവരുടെയും ജീവിതം നോക്കൂ നിങ്ങൾ, പൂർവികന്മാരെങ്ങനെ കണ്ടിരുന്നു എന്ന്. അതായത് അച്ഛൻ തപസ്സിന് വേണ്ടി വിട്ടുപോയി, അമ്മയും മകനും മാത്രമാണ് വീട്ടിൽ. ഇനിയിപ്പം മകനും തന്നെ വിട്ടുപോയാൽ ജീവിതത്തിൽ ഒറ്റപ്പെടും. അപ്പം ആ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ജീവിതത്തിൽ തളരാതെ, ഒരിക്കലും മാനസികമായി അസ്വസ്ഥമാവാതെ, ആ ഒരു സിറ്റുവേഷനെ, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ പറയാം അഡ്വേഴ്സിറ്റി എന്ന് പറയും, അതായത് പ്രതികൂലമായ ആരുമില്ലേ നോക്കാൻ, ആരോഗ്യവും പ്രശ്നം. അപ്പം അങ്ങനെയുള്ളൊരു മാനസികവും ശാരീരികവുമായിട്ടുള്ളൊരു അസ്വസ്ഥതയുണ്ട്. ഇതിനെ എങ്ങനെ നമുക്ക് ഒരു അസ്വസ്ഥതയാക്കാതെ ആസ്വദിച്ചുകൊണ്ട് ഒരു പ്രശ്നമില്ലാതെ ജീവിക്കാൻ സാധിക്കും? അതായത് ചുരുക്കി പറഞ്ഞാൽ പ്രതികൂലമായ ഒരു അവസ്ഥയെ നമുക്ക് അനുകൂലമാക്കി എങ്ങനെ എടുക്കാൻ പറ്റുന്നു? നല്ല ചോദ്യമല്ലേ? ആണോ? നല്ലൊരു ചിന്തയല്ലേ? അപ്പോൾ ഇതിന് കപിലൻ കൊടുക്കുന്ന മറുപടിയാണ് പിൽക്കാലത്ത് കാപിലിയോപാഖ്യാനം എന്ന പേരിൽ അറിയപ്പെട്ടത്. അപ്പോൾ അവിടെ ആദ്യത്തെ ശ്ലോകം തന്നെ നോക്കൂ. യോഗ ആധ്യാത്മിക പുംസാം മതോ നിശ്രേയസായമേ അത്യന്ത ഉപരതിര്യത്ര ദുഃഖസ്യച സുഖസ്യച. അപ്പം അമ്മയോട് പറയുകയാണ്, ദുഃഖത്തിൽ നിന്ന് ഉപരതി, മനസ്സിനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നു. അതായത് എന്താ പറഞ്ഞാൽ, ഏത് അസ്വസ്ഥതകളെയും നമുക്ക്, പിരിമുറുക്കങ്ങളെയും നമുക്ക് മറികടക്കാൻ സാധിക്കും എന്ന് അമ്മയ്ക്ക് ഉറപ്പ് കൊടുക്കുകയാണ്. ഇത് സാധിക്കും, നമ്മുടെ ജീവിതത്തിൽ ഈ മാറ്റമുണ്ടാക്കാൻ നമുക്ക് സാധിക്കും. ഇത് സത്യത്തിൽ നമ്മുടെ തലമുറകളിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. അതായത് മനുഷ്യൻ്റെ മനസ്സ്, ശ്രദ്ധിക്കണം, മനുഷ്യൻ്റെ മനസ്സെന്ന് പറയുന്നത് ബോധമനസ്സാണ്. ബോധം എന്ന് പറയുന്ന ശക്തി, അതിനെക്കുറിച്ച് നമ്മൾ അത്ര പഠിച്ചിട്ടില്ല. ബോധം എന്ന ശക്തി നമുക്ക് സ്വാതന്ത്ര്യവും നമുക്ക് ശക്തിയും തരുന്നതാണ്. അപ്പം നമ്മളിലുള്ള സ്വാതന്ത്ര്യവും നമ്മളിലുള്ള ശക്തിയും നമ്മളിലുള്ള കഴിവും, ഇതിനെ നമ്മൾ ശരിയായി ഡെവലപ്പ് ചെയ്തെടുത്താൽ ദുഃഖത്തെയും ദുരിതത്തെയും നമുക്ക് മറികടക്കാൻ സാധിക്കുമെന്ന്
കപിലൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം നമുക്ക് വ്യക്തമാവേണ്ടത്, ശ്രദ്ധിക്കുക, മനസ്സിനെ പോലും പരിവർത്തനം വരുത്താൻ സാധിക്കുന്ന ശക്തി ഉള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പം മനസ്സിൻ്റെ ഒരു ഇമോഷണൽ തലത്തിൽ കുരുങ്ങി കിടക്കാതെ അതിൻ്റെ മറ്റൊരു ഭാഗമുണ്ട്. അതാണ് നമ്മളിലെ സ്പിരിച്വൽ അഥവാ ആത്മീയമായൊരു ഭാഗം. അത് ഭക്തി കൊണ്ട് നമ്മൾ ഉണർത്തിയെടുത്താലേ നമ്മുടെ ജീവിതത്തെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുള്ളൂ. എന്നിട്ട് കപിലൻ പറയുന്നു അടുത്ത വരിയിൽ, ഛേദഖലസ്യബന്ധായ മുക്തയേച്ച ആത്മനോമതം ഗുണേഷു സക്തം ബന്ധായ രഥം വാ പുംസി മുക്തയെ. ഇതൊക്കെ മനസ്സിനെ കുറിച്ചുള്ള പഠനമാണ്. അതായത് ചേതസ് തന്നെയാണ്, മനസ്സ് തന്നെയാണ് ബന്ധായ, നമ്മുടെ ജീവിതത്തെ ബന്ധിപ്പിക്കുന്നത്. അപ്പോൾ ഈ മനസ്സെന്ന് പറയുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക. ഒരു വശത്ത് മനസ്സിൽ നമുക്ക് ഈഗോ, ഞാനെന്ന ഭാവമുണ്ട്. വേറൊരു വശത്ത് മനസ്സിൽ ഇമോഷൻസ് ഉണ്ട്. വേറൊരു വശത്ത് മനസ്സിന് ബുദ്ധിയുണ്ട്. ഇതാണ് അപ്പം നമ്മുടെയൊക്കെ മനസ്സിൻ്റെ അവസ്ഥ. എന്നാൽ നമ്മൾ കാണാത്തതായ മറ്റൊന്നാണ്, മനസ്സിൽ ഇതൊക്കെ ഉണ്ടെങ്കിലും മനസ്സിന് ഫ്രീഡം തരുന്ന, മനസ്സിന് ശക്തി തരുന്ന, മനസ്സിനൊരു കഴിവ് തരുന്ന ഒരു ഇൻ്റലിജൻസ് നമുക്കുണ്ട്. ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്തും തീരുമാനിക്കാനും ഡിസിഷൻ എടുക്കാനും നമ്മളെ സഹായിക്കുന്ന ഒരു വിവേകബുദ്ധിയുടെ പേരാണ്, തിരിച്ചറിവിൻ്റെ പേരാണ്, ഉൾക്കരുത്തിൻ്റെ പേരാണ് ഈ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇൻ്റലിജൻസിനെ കുറിച്ചല്ല നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്, ഇൻ്റലക്റ്റിനെ കുറിച്ചാണ്, ബുദ്ധിയെക്കുറിച്ചാണ്. വിവേകവും ബുദ്ധിയും രണ്ടാണ്. ബുദ്ധി എന്ന് പറയുന്നത് ഒരു കാര്യം പഠിച്ചെടുക്കാനുള്ള കഴിവാണെങ്കിൽ, വിവേകം എന്ന് പറയുന്നത് നമ്മളിൽ തന്നെ എന്താണോ സംഭവിക്കുന്നത് അതിനെ നമ്മൾ മനസ്സിലാക്കി മനസ്സിനെ നമ്മൾ മാറ്റിയെടുക്കുന്ന കഴിവിൻ്റെ പേരാണ് വിവേകം എന്നുള്ളത്. ശ്രദ്ധിക്കുക നിങ്ങൾ. പൊതുവെ നമ്മുടെയൊക്കെ മനസ്സും ബുദ്ധിയും പുറത്തേക്കാണ് തിരിച്ചു വച്ചിരിക്കുന്നത്. എന്ത് വരുന്നു, എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവരെന്ത് തരുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത്. എന്നാൽ ഉള്ളിലെന്ത് സംഭവിക്കുന്നു എന്ന്, മനസ്സിലെന്ത് സംഭവിക്കുന്നു എന്ന് അറിയാനുള്ള ഒരു ബുദ്ധി നമ്മളിലുണ്ടോ? ആ ബുദ്ധിയുടെ പേരാണ് വിവേക ബുദ്ധി എന്ന്. മറ്റു കാര്യങ്ങൾ അറിയാനുള്ള കഴിവിനെ കേവലം ബുദ്ധി എന്നും, ഉള്ളിലുള്ളതിനെ അറിയാനുള്ള ബുദ്ധിയുടെ പേരാണ് വിവേക ബുദ്ധി എന്നും നമ്മൾ അറിയണം. അപ്പോൾ ഉള്ളിലുള്ള വിവേക ബുദ്ധിയെ ഉണർത്താൻ, അതിനെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത് സാധിച്ചാൽ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയാൻ സാധിക്കും. അതിനാണ് ഡെയിലി കുറച്ചു നേരം ധ്യാനവും അതുപോലെ തന്നെ ജപവും പരിശീലിക്കേണ്ടത്. വാസ്തവത്തിൽ നമ്മൾ ഹിന്ദുക്കൾക്ക് ഇത്തരത്തിലുള്ള അനുഷ്ഠാനങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഉള്ളിൽ എന്താ സംഭവിക്കുന്നതെന്ന് നമ്മളാരും അറിയുന്നില്ല. അതുകൊണ്ട് എന്ത് പറ്റുന്നു, മറ്റുള്ളവരെന്ത് ചെയ്യുന്നു, മറ്റുള്ളവരെന്ത് തരുന്നു, മറ്റുള്ളവരെങ്ങനെ പ്രതികരിക്കുന്നു, മറ്റുള്ളവരെങ്ങനെയാണ്, അത് തന്നെ കണ്ട് അതിനോട് നമ്മൾ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നു. കഠോപനിഷത്തിൽ പറയും, പരാഞ്ചികാനി വിദനസ്വയംഭൂ പരാങ് പശ്യതിനാന്തരാത്മൻ ക്വചിദ്ധീര പ്രത്യേകാത്മാനമൈക്ഷൽ ആവൃത്തചക്ഷു അമൃതത്വമിച്ഛൻ. മനസ്സിലാക്കണം, എന്താ പറയുന്നത്? എല്ലാ ഇന്ദ്രിയങ്ങളും പുറത്തായതുകൊണ്ട് മറ്റുള്ളവരെന്ത് ചെയ്യുന്നോ, മറ്റുള്ളവരെങ്ങനെ പ്രതികരിക്കുന്നോ, മറ്റുള്ളവരെന്നോടെങ്ങനെ പെരുമാറുന്നു, ഇതാണ് ഭൂരിപക്ഷം ആളുകളും ചിന്തിക്കുന്നതും ചർച്ച ചെയ്യുന്നതും. എന്നാൽ തൻ്റെ മനസ്സെന്ത് ചിന്തിക്കുന്നു, താൻ എന്താണ് ചിന്തിക്കുന്നതെന്ന് തിരിച്ചറിയുന്നവർ വളരെ കുറവാണ്. കുജിധീര, കുറച്ച് ധീരന്മാരായിട്ടുള്ള ആളുകൾ അവരവരുടെ ഇൻറ്റേർണൽ സിസ്റ്റത്തിൽ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കി ആ ഇൻറ്റേർണൽ സിസ്റ്റത്തെ അവർ മാറ്റുന്നു. മറ്റവർ പുറത്തുള്ളതിനെ റിയാക്ട് ചെയ്ത് അവരങ്ങനെ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നു. മനസ്സിലാവുണ്ടല്ലോ? അപ്പോൾ ഉള്ളിൽ മാറ്റം വരുത്തണമെങ്കിൽ ഉള്ളിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കണം. ആവൃത്തചക്ഷു അമൃതത്വമിച്ഛൻ ഒന്ന് പറയൂ. ഉള്ളിലേക്ക് കണ്ണു തുറന്നാലേ, അതിനെ പറയാം മലയാളത്തിൽ അകക്കണ്ണു തുറന്നാലേ ആന്തരിക പരിവർത്തനം വരുത്താൻ പറ്റുള്ളൂ. ഏത് കണ്ണ് തുറക്കണം? ഈ ഉള്ളിലുള്ള കണ്ണ്. അതായത് നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ, ഇന്നിപ്പോൾ സ്കാനിങ് റിപ്പോർട്ടൊക്കെ വളരെ മനുഷ്യൻ്റെ ശരീരത്തിൽ സാധാരണ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത കാര്യമാണ് സ്കാനിങ്ങിൽ കാണുന്നത്, ഇല്ലേ? ഇതുപോലെ നമുക്കൊരു സ്കാനിങ് ഉള്ളിൽ ചെയ്യാനുള്ള കഴിവുണ്ട്. വാസ്തവത്തിൽ മനുഷ്യ ജീവിതത്തിന് കിട്ടിയ ഏറ്റവും വലിയൊരു കഴിവെന്ന് പറയുന്നത്
സ്വന്തം മനസ്സിനെ മനസ്സിലാക്കാനുള്ള കഴിവുള്ള ബുദ്ധി തന്നിട്ടാണ് നമ്മളെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്നത്. ആണോ? പുറമേ ഉള്ളത് കാണുക മാത്രമല്ല, അകത്തുള്ളത് കാണാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. സാധിക്കുന്നുണ്ടോ? നമുക്ക് അകത്ത് നടക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? ഇത് പറ്റുന്ന ആളുകൾക്ക് അവരുടെ അകത്തെ ചിന്തകളിൽ മാറ്റങ്ങൾ വരുത്തിയെടുക്കാൻ സാധിക്കുന്നു. അകത്ത് മാറ്റിയെടുക്കാൻ സാധിക്കുന്നവർക്ക് ജീവിതം കുറേ കൂടി ഈസിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ റിയലൈസ് ചെയ്യണം, നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കുന്നത് പുറത്തല്ല, മാറ്റം വരുത്താൻ സാധിക്കുന്നത് നമ്മുടെ അകത്താണ്. നോക്കൂ, ഇത് ശരിക്കും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നമ്മൾ കുട്ടികൾക്ക് ഇത് പരിശീലിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, ഒരു തരത്തിലും ഒരാളും ഡിപ്രഷനിൽ പോകേണ്ട പ്രശ്നമില്ല. ഈ പലരും ഡിപ്രഷനിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറ്റുള്ളവരുടെ ബിഹേവിയർ ഡിസോർഡറിനെ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വളരെ അഡമൻ്റായിട്ടുള്ള ബിഹേവിയറിനെ, പിടിവാശിയുള്ള ബിഹേവിയറിനെ സഹിക്കേണ്ടി വരികയാണ് പലർക്കും. അപ്പോൾ ഈ സഹിക്കുമ്പോൾ അത് കുറേ കഴിഞ്ഞാൽ മെൻ്റലി വളരെയധികം വിഷമങ്ങളും വേദനകളും ഉണ്ടാക്കി. നമ്മൾ പറയില്ലേ, ഞാൻ ഇത്രയും കാലം സഹിച്ചു എന്നൊക്കെ ചിലർ പറയാറുണ്ട്, ഇല്ലേ? അപ്പോൾ ഈ സഹിച്ച് അത് അടിച്ചമർത്തി ഉള്ളിൽ അങ്ങനെ അമർത്തി പിന്നീട് ഇതെല്ലാം കൂടി പൊട്ടി തെറിച്ച് അപ്പോഴാണ് ആകെ പ്രശ്നങ്ങളായി മാറുന്നത്. അപ്പം ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഉള്ളിൽ അമർത്തി വെക്കേണ്ടി വരുന്നത്? അവർ മറ്റൊരാളെ കറക്റ്റ് ചെയ്യാൻ നോക്കുകയാണ്, മറ്റൊരാളെ നേരെയാക്കാൻ പറ്റുമെന്ന് നോക്കുകയാണ്. അതിന് പകരം തൻ്റെ ഉള്ളിലായിരുന്നു അവർ കറക്റ്റ് ചെയ്യാൻ നോക്കിയതെങ്കിൽ മറ്റൊരാളുടെ ബിഹേവിയർ തനിക്ക് ബാധകമല്ലാത്ത വിധത്തിൽ മെൻ്റലി അവർക്ക് കുറേ കൂടിയും സ്ട്രോങ് ആയിട്ട് മാറാൻ സാധിക്കുമായിരുന്നു. നിങ്ങൾ നോക്കൂ, ഇത് നമ്മൾ റിയലൈസ് ചെയ്യണം. നമ്മൾ പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്ന് നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾക്ക് ഇത് വളരെയധികം ആവശ്യമാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ പ്രത്യേകിച്ച് ഹിന്ദു കുട്ടികളിലുണ്ടല്ലോ, നമുക്ക് ഇത്തരത്തിലുള്ളൊരു അവബോധം സൃഷ്ടിക്കാൻ അച്ഛനമ്മമാർക്ക് പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഇന്നത്തെ കുട്ടികളിൽ സൂയിസൈഡ് കൂടുന്നത്. ഇന്നത്തെ കുട്ടികളിൽ ഏറ്റവും കൂടുതൽ മാനസികമായ പ്രശ്നങ്ങളും ഇന്ന് ചെറുപ്പക്കാരാണ് ലഹരിയിൽ അടിമപ്പെട്ടു പോകുന്നത്. ചെറുപ്പക്കാരാണെന്ന് ഒരുപാട് ഡ്രഗ്സ് കഴിക്കുന്നത്. നോക്കൂ, ഇന്നിപ്പോൾ നിങ്ങൾ വിചാരിക്കും IT എന്നൊക്കെ പറയുന്ന കുട്ടികൾ, ഈ ബാംഗ്ലൂരൊക്കെ പോയി നോക്കൂ നിങ്ങൾ, IT കേന്ദ്രങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ ബീർ കഴിക്കുന്ന പെമ്പിള്ളേരാണെന്ന്. എല്ലാം സാറ്റർഡേ സൺഡേ ബീർ പബ്ബുകൾ നിറഞ്ഞൊഴുകും അവിടെ. എന്ത് ഇത്രയധികം ബീറും കുടിച്ച് ചാടേണ്ടി വരും? ഒരുപക്ഷെ നമ്മൾ പറയും സോഷ്യലി നല്ലതാണ്, കാരണം പെൺകുട്ടികൾ ഇപ്പോൾ കുടിച്ചു എന്ന് വെച്ചിട്ട് എന്താണ്. പക്ഷേ ഈ കുടിക്കുന്നതൊക്കെ അവരുടെ ഒരു ജീവിതത്തിലുള്ള ഫ്രസ്ട്രേഷനും ഭയങ്കരമായ മെൻ്റൽ അജിറ്റേഷനും ഇതിന്നൊക്കെ ഒരു റിലീഫ് കാണാനാണ്. അപ്പോൾ സാറ്റർഡേ സൺഡേ എന്നുള്ളത് ഇന്നിപ്പോൾ പറയുന്നൊരു വാക്കാണ് വീക്കെൻഡ് എന്നാണ്. വീക്കെൻഡ് എന്നുള്ളത് അതായത് ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ സ്ട്രെസ്ഫുൾ ദിവസങ്ങളും ഈ 2 ദിവസങ്ങളാണ് ആഘോഷിക്കേണ്ട ദിവസങ്ങൾ. അപ്പോൾ അവരുടെ വർക്കൊരാഘോഷമല്ല, വർക്കൊരു ഭാരമാണ്, വർക്കൊരു തലവേദനയാണ്, വർക്കൊരു സ്ട്രെസ്സാണ്. അപ്പം നിങ്ങൾ നോക്കൂ, 5 ദിവസമോ 6 ദിവസമോ സ്ട്രെസ് എടുത്ത് ഒരു ദിവസം കള്ളു കുടിച്ചുകൊണ്ട് ഇവരുടെ ജീവിതം നേരെയാവുമ്പോണ്ടോ? പറയൂ നിങ്ങൾ. ക്ലബ്ബുകളിൽ പോയി ഡാൻസ് കളിച്ചുകൊണ്ട് ജീവിതം നേരെയാവാൻ പോകുന്നുണ്ടോ? അത് എന്താ നമ്മൾ ഹിന്ദുക്കൾ ഉണരാത്ത എനിക്ക് മനസ്സിലാവുന്നില്ല. 99% ഹിന്ദുക്കളാണ് ഇതിന് പോകുന്നത്. അതല്ലേ ഇടയ്ക്കിടയ്ക്ക് കാണുന്നത്, അവിടെ കാമുകനെ കുത്തുന്നതും ഭാര്യ ഭർത്താവിനെ വെട്ടുന്നതും. ബാംഗ്ലൂരിൽ നോക്കൂ, ഇതൊന്നും പണ്ട് കേട്ടിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ഒരു ദിവസമെങ്കിലും മർഡർ ഇല്ലാത്ത ദിവസമില്ല. എന്തേ ഇത്രയധികം മർഡർ വന്നത്? കാരണം ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇപ്പം ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആത്മീയത എന്ന് പറയുന്നത് പ്രതികൂലമായതിനെ മറികടക്കാനുള്ള ആത്മശക്തി വർദ്ധിപ്പിക്കുന്ന ജീവിത രീതിയാണ് ആത്മീയത. പ്രതികൂലമായതിനെ മറികടക്കാനുള്ള ആത്മശക്തി കൈവരിക്കുന്നതിൻ്റെ പേരാണ് എന്ത്? ആത്മീയത എന്നത്. അപ്പം അതിന് കുറച്ച് നമുക്ക് ഹോംവർക്ക് ചെയ്യേണ്ടതുണ്ട്. അത് പെട്ടെന്ന് കൈവരിക്കാൻ പറ്റില്ല. ഒന്നാമത് നമ്മൾ ആ ഒരു സ്റ്റൈലിലല്ല വളർന്നു വന്നത്. നമ്മളൊക്കെ വളർന്നു വന്നത് അമ്പലത്തിൽ പോവുക, തിരുമേനിക്ക് 10 രൂപ കൊടുക്കുക, തിരുമേനിയോട് പുഷ്പാഞ്ജലി ചെയ്യാൻ പറയുക, എന്നിട്ട് തിരുമേനി ദൈവം ഹാപ്പി അല്ലേ, പുഷ്പാഞ്ജലി നന്നായാൽ ദൈവം ഹാപ്പിയായി, ദൈവം ഹാപ്പി ആയാൽ എൻ്റെ പ്രശ്നങ്ങളൊക്കെ ശരിയാവും. ഭർത്താവിൻ്റെ സ്വഭാവം ശരിയല്ലെങ്കിൽ എന്താണ്, ഗണപതിക്കൊരു തേങ്ങ ഉടച്ചിട്ട് ഈ തേങ്ങ ഉടയുന്ന പോലെ അയാളുടെ തല ഉടയണമെന്നോ, അല്ലെങ്കിൽ അയാളുടെ സ്വഭാവം ശരിയാവണമെന്നോ, ഈ രീതിയിൽ കുറേ പൊട്ട പ്രാർത്ഥനകളും പ്രാർത്ഥിച്ച് ആണോ അല്ലയോ?
അല്ലെങ്കിൽ നോക്കൂ, ഇവിടെ പൊട്ടുന്ന ഓരോ കതീനയുടെ പിന്നിലും എന്തൊക്കെ പൊട്ടുന്ന കതീന ഉണ്ടെന്ന് എനിക്കറിയില്ല. പണ്ട് ഏതോ ഒരു അമ്പലത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ടോ എന്നാണ് എനിക്കറിയില്ല. ഒരാളിനോട് പറഞ്ഞത കഥയാണ്. ഇത് ചോറ്റാനിക്കര സംഭവിച്ചൊരു കഥയിട്ടാണ് പറയാം. അവിടെയുണ്ടല്ലോ പൊട്ടിക്കൽ. അപ്പോൾ അവിടെ കതീന പൊട്ടിക്കുന്നവൻ്റെ കയ്യിൽ ഒരു പേപ്പറിൽ പേര് കൊടുത്തിട്ട് പറഞ്ഞു, മരുന്നിടുന്നതിന് മുമ്പ് ഇതും കൂടി ഇടണമെന്ന്. അപ്പോൾ ചോദിച്ചു, അതെന്താണ്? ഇവന് ഇഷ്ടമില്ലാത്ത ഒരുത്തൻ്റെ പേരാണ്. അപ്പോൾ അതെന്തിനാ അതിലിടണം? ഇത് പൊട്ടുമ്പോൾ അവനും പൊട്ടണമെന്ന്. ഇത് പൊട്ടുന്ന സമയത്ത് അവൻ്റെ ജീവിതത്തിൽ അവന് പ്രശ്നങ്ങളുണ്ടാവണമെന്ന്. ഈ പ്രതികാരങ്ങൾ വെച്ചിട്ട് പൊട്ടിക്കുന്നവരുണ്ട്, ഇല്ലയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ പ്രതികാര ബുദ്ധിയുള്ള കുറേ ഇത് നമ്മുടെ ഇടയിലുള്ളത് കൊണ്ടാണല്ലോ കുറേ ഇത്തരത്തിലുള്ള നമ്മുടെ ഈ എന്തായാലും പറയുക, മന്ത്രവും മാരണം എന്നൊക്കെ പറയില്ലേ, മന്ത്രമാരണങ്ങളൊന്നുമില്ല. എന്താ ഒന്നും മിണ്ടാത്ത നിങ്ങളുടെ വീട്ടിൽ രാവിലെ തന്നെ നിങ്ങൾ വാതിൽ തുറന്നു നോക്കുമ്പോൾ ഒരു ചെറുനാരങ്ങയും അതിൻ്റെ മുകളിൽ ഇത്തിരി പൊട്ടൊക്കെ തൊട്ട് അത് നിങ്ങളുടെ വീട്ടിൻ്റെ മുന്നിൽ കൊണ്ടുവച്ചിരിക്കുന്നു. രാവിലെ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് ഭക്തി വരുമോ? നിങ്ങളുടെ രാവിലത്തെ ദിവസം പോയി കിട്ടുമോ? പറയൂ നിങ്ങൾ. ഒരു ചെറുനാരങ്ങയും അതിൻ്റെ മുകളിൽ ഇത്തിരി ഒരു പൊട്ടൊക്കെ തൊട്ട് കൊണ്ടുവച്ചാൽ നിങ്ങളുടെ മനസ്സിലേക്ക് എന്താ കയറി വരിക? ആരോ എനിക്ക് വച്ചിട്ടുണ്ട് എന്നല്ലേ തോന്നുക. അപ്പം നമുക്കിതിലൊന്നും വിശ്വാസമില്ല പറഞ്ഞാലും വിശ്വാസമില്ലേ? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ? ചിലർ പറയും എനിക്ക് പ്രേതങ്ങളിലൊന്നും വിശ്വാസമില്ല, വലിയ യുക്തിവാദത്തിൻ്റെ വാക്കുകളൊക്കെ പറയും. എന്നാൽ ആ ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പോണ്ടല്ലോ, അവിടെ ആ ലോഡ്ജ് എടുക്കുമ്പോൾ ആ ലോഡ്ജിൻ്റെ റൂം ബോയ് പറയാണ്, രാത്രിയൊക്കെ കിടക്കുമ്പോൾ സൂക്ഷിച്ചോളൂ, കഴിഞ്ഞ മാസം ഒരുത്തം തൂങ്ങിയതെന്ന്. ഇവൻ ഉടനെ പറയാം, റൂമൊന്ന് മാറ്റി തരുമെന്ന്. കാരണം ഇവിടെ ഗുരുവായൂരപ്പൻ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ ആൾ പോയ ആളായിരിക്കും. ഒരുപക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഗുരുവായൂരപ്പനേക്കാൾ ശക്തി രാത്രി കാണും പ്രേതം കഴുത്തിന് കയറി പിടിച്ചാലോ എന്നുള്ള ചിന്ത. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അത്തരത്തിൽ മനസ്സിനെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടില്ല, അല്ലേ? ശരിയല്ലേ? മനസ്സ് വികസിപ്പിക്കാനല്ല നമ്മൾ ശ്രമിച്ചിട്ടില്ല. കാരണം മനസ്സാണ് മതമെന്നും മനസ്സാണ് ആത്മീയതയെന്നും മനസ്സിനാണ് എനിക്ക് ഫ്രീഡം ഉള്ളതെന്നും മനസ്സിനെ കാണാനുള്ള ഉൾക്കണ്ണുണ്ടെന്നും ഇത് വികസിപ്പിക്കണമെന്നും മനസ്സിനെ പരിവർത്തനം വരുത്താനുള്ള ബോധം എൻ്റെ ഉള്ളിൽ നിന്നും ഇതൊന്നും ഹിന്ദുക്കളായ നമ്മളാരും പഠിച്ചില്ല. അതുകൊണ്ട് ഈ ശ്ലോകം നിങ്ങൾ ഓർത്തു വെക്കണം. ചേതക്കലസ്യ ബന്ധായ മൈൻഡ് ഈസ് ദ കോസ് ഫോർ മിസറി എന്നാണ്. ഇത് വേദത്തിൽ നിന്ന് വന്ന, വേദം എന്ന് പറഞ്ഞാൽ ഉപനിഷത്തിൽ. അപ്പോൾ ഉപനിഷത്തിൽ പറയുന്നൊരു വാക്കുണ്ട്, അതായത് ദുഃഖങ്ങൾക്ക് കാരണം എന്താണ്? മനസ്സാണ്. മനയേവ കാരണം മനുഷ്യാണാം സുഖദുഃഖയോ. എന്തൊരു നിർവചനമാണ് ഋഷി തന്നിരിക്കുന്നത് നോക്കൂ, ഒന്ന് പറയൂ എല്ലാവരും. മനയേവ, മന എന്ന് പറഞ്ഞാൽ തിരുമേനിയുടെ വീടല്ല, മനസ്സിലായില്ലേ? തിരുമേനി അപ്പുറത്തുള്ള തിരുമേനി പ്രശ്നം ഉണ്ടാക്കുന്നതുകൊണ്ട് ആ മന തന്നെയാണ് സ്വാമി പ്രശ്നം. മനയേവ കാരണം, പറയൂ, മനുഷ്യാണാം സുഖദുഃഖയോ. നിങ്ങളുടെ ശബ്ദം പോരാ, ഉറക്കെ പറയണം. മനയേവ കാരണം മനുഷ്യാണാം സുഖദുഃഖയോ. എന്താ അർത്ഥം? മനക്കിലുള്ളവർക്കൊക്കെ സുഖദുഃഖങ്ങൾ ഉണ്ടാവുന്നതിന് കാരണം ആണോ? അല്ല. എന്താ പറയുന്നത്? മനസ്സ് തന്നെയാണ് മനുഷ്യൻ്റെ സുഖത്തിനും ദുഃഖത്തിനും കാരണം. അപ്പം മനസ്സ് തന്നെയാണ് ദുഃഖത്തിന് കാരണമെങ്കിൽ ശ്രദ്ധിക്കുക നിങ്ങൾ. നമ്മളൊരു സിനിമ കാണുമ്പോൾ സിനിമയിൽ നമ്മൾ എപ്പോഴും സിനിമ തുടങ്ങിക്കഴിഞ്ഞാൽ ആ കഥയുടെ കൂടെ അങ്ങോട്ട് പോകും. പിന്നെ കഥ കഴിയുമ്പോഴാണ് ചിലപ്പോൾ കരയുന്നതും പിടിക്കുന്നതും ഇല്ലേ? വളരെ ഇമോഷണൽ ആയിട്ടുള്ള കഥയ്ക്കാണ് ചിലപ്പോൾ കരഞ്ഞു പോകും ചിലർ, ആണോ? അല്ലെങ്കിൽ അവിടെ ഗുസ്തി നടക്കുമ്പോൾ ചിലർ കാലുകൊണ്ട് കൈകൊണ്ടൊക്കെ ഇടിക്കാൻ തുടങ്ങും. അപ്പോൾ ഈ തരത്തിൽ നമ്മൾ അതിൻ്റെ കൂടെ നമ്മളങ്ങനെ പോവും മൈൻഡ്. എന്നാൽ ഇതൊരു സ്ക്രീനിലാണ് നടക്കുന്നതെന്ന് ആ സിനിമ നമ്മൾ കാണുമ്പോൾ അറിയേയില്ല. ഉണ്ടോ? സ്ക്രീനില്ലെങ്കിൽ സിനിമ ഇല്ല. പക്ഷെ സിനിമ തുടങ്ങിയാൽ പിന്നെ സ്ക്രീനും ഇല്ല. ഉണ്ടോ? സിനിമ തുടങ്ങിയാൽ നിങ്ങൾ സ്ക്രീൻ കാണുമോ? അങ്ങനെ സ്ക്രീൻ ഉണ്ടെന്നുള്ള ബോധമുണ്ടോ നമുക്ക്? പിന്നെ നമ്മൾ കാണുന്ന ഇൻ്റർവെല്ലിന് എഴുതി കാണുമ്പോഴാണ്, ഓ സ്ക്രീനിലാണതൊക്കെ വരുന്നില്ലേ, അപ്പോൾ ഇതൊന്നും കഥയായിരുന്നില്ല. അപ്പം അങ്ങനെ ഒരു സിനിമ കാണണമെങ്കിൽ അതിനെ പ്രൊജക്റ്റ് ചെയ്യാനൊരു ബാക്കി ഒരു സ്ക്രീൻ വേണം. ഇതുപോലെ ലൈഫ് മുഴുവൻ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നത് ഒരു ബോധ മനസ്സിലാണ്.
ആ ബോധ മനസ്സില്ലെങ്കിൽ ഒരു ലൈഫും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. നിങ്ങളുടെ സുഖം എവിടെ ഇരിക്കുന്നത്? മനസ്സിലാണ്. ദുഃഖം ഇരിക്കുന്നത് എവിടെയാണ്? മനസ്സിലാണ്, അല്ലേ? ജയം, പരാജയം, മാനം, അപമാനം, ലാഭം, നഷ്ടം, ഇതൊക്കെ നമ്മൾ അനുഭവിക്കുന്നത്, ഉറക്കെ പറയൂ, മനസ്സിലാണ്. മനസ്സെന്ന് പറയുന്നത്, ശ്രദ്ധിക്കുക, മനസ്സെന്ന് പറയുന്നത് അനുഭവത്തിൻ്റെ കേന്ദ്രവുമാണ്. എന്നാൽ നമുക്ക് ആ മനസ്സിനെ അറിയാനുള്ള കഴിവുമുണ്ട്, മറക്കരുത്. മനസ്സ് അനുഭവത്തിൻ്റെ സ്രോതസ്സാണ്. അതുകൊണ്ടാണ് സുഖവും ദുഃഖവും ഒക്കെ അനുഭവങ്ങളാണ്. പക്ഷേ നമുക്ക് ആ മനസ്സിനെ അറിയാനുള്ളൊരു കഴിവുണ്ട്. അത് വേണോ വേണ്ടയോ? ഏതിനെ അറിയാനുള്ള കഴിവ്? ഏതിനെ അറിയാനുള്ള കഴിവ്? ഉറക്കെ പറയൂ. മനസ്സിനെ അറിയാനുള്ളൊരു കഴിവുണ്ട്. ഈ കഴിവാണ് നമ്മൾ വളർത്തിയെടുക്കുന്നതെങ്കിൽ മനസ്സിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ട്യൂണിങ് മാറ്റാൻ പറ്റും. ദുഃഖത്തിൽ നിന്നും അതിൻ്റെ ശ്രദ്ധ മാറ്റാം. ഏത് ചിന്തകളെയും നമുക്ക് മാറ്റിയെടുക്കാം. ഉണ്ടോ? പുതിയ ചിന്തകളെ നമുക്ക് കൊണ്ടുവരാം, പുതിയ ചിന്തകളെ നമുക്ക് എടുക്കാം. ഇങ്ങനെ ഒരു പരിശ്രമം നമ്മൾ മനസ്സിൻ്റെ തലത്തിൽ ചെയ്തു കഴിഞ്ഞാൽ മനസ്സിൻ്റെ ചിന്തകളുടെ രീതി തന്നെ മാറും. അപ്പോൾ ആരാണ് ജീവിതത്തിൽ ദുഃഖങ്ങൾ അനുഭവിക്കുന്നത് കൂടുതൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറേ ഇമോഷണലായിട്ടുള്ള ചിന്തകൾ അടിഞ്ഞുകൂടി ആ ചിന്തകളെ മാറ്റം വരുത്താൻ ഒരു തരത്തിലുമുള്ള സാധനകൾ അനുഷ്ഠിക്കാത്തവർക്കാണ് ജീവിതത്തിൻ്റെ ദുഃഖം തീവ്രമായി അനുഭവപ്പെടുക.